ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയോട് ഞാൻ ഡിബേറ്റ് ചെയ്തു എന്ന് ചോദിച്ച് ഒരുപാട് പേർ ചോദ്യം ശരിയല്ലയുടെ ഡിബേറ്റ് ക്ലിപ്പ് അയച്ചു തരികയുണ്ടായി. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളാണ് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. ഞാൻ പല വേദികളിലും പറയാറുണ്ട്, ശ്രീ ശശി തരൂർ, ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, മജീഷ്യൻ മുതുകാട് സാറ്, ശ്രീ GS പ്രദീപ്, ഇവരുടെയൊക്കെ ഒരു തലമുറയെ കണ്ടു വളരാനും ഭാഗ്യം ലഭിച്ച ഒരു ജനറേഷനാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ്. പക്ഷെ അദ്ദേഹം ഈ നിരീശ്വരവാദത്തോട് ചേർന്ന് നിൽക്കുന്ന ലൈനിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലോട് വളരെ ആദരവോട് വിയോജിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തംബ്നെയിലും കൊടുത്തത്, സന്തോഷ് സാറിന്റെ ഫാനാണ് ഞാൻ, എല്ലാ മലയാളികളെയും പോലെ. ഒരുപക്ഷെ ലെജൻഡറി ആയ SK പൊറ്റക്കാടിന് ശേഷം മലയാളിയെ ലോകം കാണാൻ പഠിപ്പിച്ചത് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന മഹാവ്യക്തിത്വമാണ്. SK പൊറ്റക്കാട് എഴുതിയ വാക്കിലൂടെയാണെങ്കിൽ ക്യാമറയിലൂടെ ഈ ലോകം നമ്മുടെ മലയാളികളിലേക്ക് എത്തിച്ച ഇദ്ദേഹമാണ്. സന്തോഷ് സാറിന്റെ ഏറ്റവും പ്രസിദ്ധമായ മധ്യ തിരുവിതാംകൂറിലെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹത്തോട് തർക്കിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ ഞങ്ങൾ രണ്ട് പേർ, ഞാനും ശ്രീ സന്തോഷ് സാറും ചോദ്യം ശരിയല്ല എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തതിന്റെ ക്ലിപ്പുകൾ അവർ ഒരുമിച്ചിട്ടതാണ്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു തംബ്നെയിലും മറ്റുമൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. ആ തംബ്നെയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി സന്തോഷ് സാറിന്റെ നിലപാടുകൾ ഞാനൊന്ന് നോക്കാം. സന്തോഷ് സാറിന്റെ നിലപാടുകളോട് ഏറ്റവും ആദരവോടെ അദ്ദേഹത്തിന്റെ ഫാൻ എന്ന രീതിയിൽ വിയോജിക്കാനും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അപ്പൊ അദ്ദേഹത്തിന്റെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള മറ്റു നിലപാടുകൾ നോക്കാം. ശരിക്കും നല്ല രീതിയിലൊരു ലോജിക്, ശാസ്ത്രീയ ചിന്ത, നിരീശ്വരവാദമെന്ന് ഞാൻ പറയുന്നില്ല, ശാസ്ത്രീയ ചിന്ത, യുക്തിചിന്ത തുടങ്ങിയ കാര്യങ്ങൾ പിന്തുടരുന്നവരാണെങ്കിൽ സന്തോഷ് സാറിന്റെ നിലപാടുകൾ വളരെ പ്രസക്തവുമാണ്. വളരെ റെസ്പോൺസിബിളായി പറയുന്നുണ്ട്. ഒരു മതത്തോടും വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലല്ല, ഒരു വിശ്വാസിയുടെ നിലപാടാണ് പിന്തുടരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്റെ നിലപാടും പിന്തുടരാം. നമ്മൾ ജീവിച്ച സാഹചര്യത്തിൽ നമ്മളുടെ അന്നത്തെ പരിമിതമായ അറിവും വെച്ച് അന്നത്തെ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ അന്ന് ഈ സമൂഹങ്ങളിലെല്ലാം ഒത്തിരി അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, ഒത്തിരി ദുഷ്പ്രവണതകൾ ഉണ്ടായിരുന്നു, തോന്നിയാസങ്ങൾ ഉണ്ടായിരുന്നു, കൊലകളും കയ്യേറ്റങ്ങളും ഉണ്ടായിരുന്നു, സ്ത്രീകളുടെ നേരെയുള്ള അക്രമങ്ങൾ ഉണ്ടായിരുന്നു, തട്ടിക്കൊണ്ടുപോകലുണ്ടായിരുന്നു, ഒരു ചിട്ടയില്ലായ്മ ഉണ്ടായിരുന്നു ഏത് സമൂഹത്തിലും. യേശുക്രിസ്തു ജീവിച്ച കാലത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ പ്രദേശം എന്ന് പറയുന്നത് റോമ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ നമ്മളെ കോളനി ആക്കിയ പോലെ റോമക്കാർ അവരുടെ ഗവർണർമാർ ഒന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലമാണ്. ആ കാലഘട്ടത്തിൽ ജൂതന്മാർക്ക് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു യേശുക്രിസ്തു. അവിടെയാണ് ആദ്യത്തെ ഏറ്റവും ബഹുമാനത്തോടുള്ള വിയോജിപ്പ്. ജൂതന്മാരുടെ സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നില്ല യേശുക്രിസ്തു. യേശുക്രിസ്തു ഒരു പ്രൈമറിലി ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആയിരുന്നില്ല. അദ്ദേഹം ഒരു സ്പിരിച്വൽ ടീച്ചറായിരുന്നു. അദ്ദേഹത്തിന്റെ കിങ്ഡം ഓഫ് ഗോഡ്, അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്ന കിങ്ഡം ഓഫ് ഹെവൻ, ആ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഒരു ആശയം പ്രൈമറിലി സ്പിരിച്വൽ ആണ്, അത് പൊളിറ്റിക്കൽ അല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ കൊട്ടേഷനും എടുത്തു വെച്ചിട്ടുണ്ട്. ജോൺ 3:18 അടക്കമുള്ളതിൽ കൃത്യമായി യേശുക്രിസ്തു പറയുന്ന ഒരു വചനം എന്ന് പറയുന്നത്, മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. ജോൺ 18:36. എൻ്റെ കിങ്ഡം ഈ രാജ്യത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്നുള്ളതല്ല. അതങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ കൂടെയുള്ളവർ, ബാക്കിയുള്ളവർ എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് തടയാൻ ശ്രമിക്കില്ലായിരുന്നു. മൈ കിങ്ഡം ഈസ് ഫ്രം അനദർ പ്ലേസ്. അദ്ദേഹം മറ്റൊരു തലത്തിലാണ് സംസാരിക്കുന്നത്. പ്രൈമറിലി അദ്ദേഹം ഈ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് അല്ല, അഥവാ ആത്മീയമായ ദൈവീകമായ ഒരു തലത്തിലാണ് പ്രധാനമായി നിന്നത്. അതുകൊണ്ട് ഒരു ജൂയിഷ് പൊളിറ്റിക്കൽ റെവല്യൂഷണറി എന്ന് യേശു ക്രിസ്തുവിനെ കുറച്ച് കാണുന്നത് ശരിയല്ല. മിശിഹാമാരെന്ന് പറയുന്നത് അക്കാലത്ത് റോമിന്റെ അടിമത്തിൽ നിന്ന് ഈ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വന്നയാൾ ഞാനാണെന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന് മുമ്പേ നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. വന്നവരെയൊക്കെ എന്ത് ചെയ്തു? അതായത് യേശുക്രിസ്തുവിന്റെ റെബല്യൻ, അല്ലെങ്കിൽ പ്രധാനമായി റെബല്യൻ എന്ന് ചിത്രീകരിക്കുന്നതിനേക്കാൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയാൽ അങ്ങനെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആണ്. അദ്ദേഹത്തിന്റെ മെസ്സേജും യൂണിവേഴ്സൽ ആണ്, അല്ലെങ്കിൽ ഒരു ജൂത സമൂഹത്തിൽ മാത്രം പരിമിതപ്പെടുന്നതല്ല. ഇപ്പൊ മോസസിന്റെ കാര്യത്തിലാണ് ഇദ്ദേഹം അത് പറഞ്ഞെങ്കിൽ കുറെ കൂടെ കറക്റ്റാണ്. എബ്രഹാമിന്റെ കാര്യത്തിൽ ആദ്യ കാലഘട്ടത്തിൽ എബ്രഹാം പിതാവ് പുതിയ ദേശം തേടിപ്പോയി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. പിന്നീട് മോസസിന്റെ കാര്യത്തിൽ പറയുന്നു ഒക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ കറക്റ്റാണ്. മോസസും ഫറോവയും തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ അതിന് അടിസ്ഥാനമാണ്. ഫറോവയുടെ കീഴിലുള്ള ജൂത ജനതയെ രക്ഷിക്കാൻ ഒരു മിശിഹ എന്ന രീതിയിൽ മോസസ് ചിത്രീകരിക്കപ്പെടുന്നത് കറക്റ്റാണ്. എന്നാൽ യേശുക്രിസ്തു അങ്ങനെയല്ല. അതിനൊരു ആത്മീയ ദൈവീക മെസ്സേജും കൂടെയുണ്ട്. അതിന്റെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ സബ്ടെക്സ്റ്റ് ജൂത സമൂഹമാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ യേശുവിന്റെ മെസ്സേജ് പ്രൈമറിലി ആത്മീയമാണ്. ഇവിടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തോ അതേപോലെ അവിടെ ചെയ്തിരുന്ന രീതിയാണ് കുരിശെ തറച്ച് കൊല്ലുക. അവിടെയാണ് ആ ഭഗത് സിംഗിന്റെയും യേശുക്രിസ്തുവിന്റെയും ഉദാഹരണം പൂർണ്ണ അർത്ഥത്തിൽ ശരിയല്ല. എന്തിന് മഹാത്മാഗാന്ധിയുടെയും യേശുക്രിസ്തുവിന്റെയും ഉദാഹരണം പോലും ശരിയല്ല. പിന്നെയും കമ്പയർ ചെയ്യുന്നതാണ്. മഹാത്മാഗാന്ധി അടിസ്ഥാനപരമായ ഒരു സ്പിരിച്വൽ ലീഡർ കൂടിയായിരുന്നു. പ്രധാനമായിട്ട് അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. പക്ഷെ യേശുക്രിസ്തു അങ്ങനെ പോലുമല്ല. കുറെ കൂടി ഒരു ആത്മീയ നേതാവോ ആത്മീയ വഴികാട്ടിയോ മഹാഗുരുവോ വിശ്വഗുരുവോ ദേവോത്രനോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. അതാണ് എന്റെ കറക്റ്റ് ടോൺ. അതിലെ ഒരാളാണ് യേശുക്രിസ്തു. മനസ്സിലായി?
അങ്ങനെ ഒരു റിഡക്ഷനോട് പക്ഷേ യേശുക്രിസ്തു യോജിപ്പില്ല. മറ്റു രീതിയിലാണ് പഠിപ്പിച്ചത്. കറക്റ്റ്, അതാണ് അതിലെ പോയിന്റ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ സൃഷ്ടിക്കുകയും മെസ്സേജ് ആ വേറെയാണ്. ശിഷ്യന്മാരും സെയിന്റ് പോൾ എന്ന് പറയുന്ന വളരെ ക്രാന്തദർശിയായ ഒരു ബിസിനസ്സുകാരനായ ഒരു ബിസിനസ്സുകാരൻ എന്ന വാക്കിനോട് ബഹുമാനപുരസ്സരം വിയോജിക്കുന്നു. സെയിന്റ് പോൾ അടക്കമുള്ളവർ ആ മെസ്സേജിൽ നിന്ന് ഇൻസ്പയർഡ് ആയതാണ്. എന്ന് ഓർക്കുക, ഒരു ബിസിനസ്സുകാരൻ ഏറ്റവും ലാഭം എന്താണ്? ഈ കാലത്തും ആ കാലത്തും എല്ലാ കാലത്തും നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിനോട് ചേർന്ന് നിന്ന് ഫേവർ ഉണ്ടാക്കുകയാണ്. പക്ഷേ സെയിന്റ് പോൾ അടക്കമുള്ളവർ ചെയ്തത് അതല്ല. തങ്ങളുടെ ഗുരുവിന്റെ അല്ലെങ്കിൽ തങ്ങൾ ദൈവപുത്രനായി കാണുന്ന തങ്ങളുടെ ആചാര്യന്റെ റെവല്യൂഷണറി ആയ മെസ്സേജ് അത് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എത്തിക്കുകയാണ്. അദ്ദേഹം സഭ ക്രോഡീകരിച്ചു എന്ന് പറയുന്നത് സത്യമാണ്. പണ്ഡിതനായ അല്ലെങ്കിൽ ഒരു ബുദ്ധിമാനായ ഒരാൾ പിന്നീട് വന്നപ്പോഴാണ് ഈ ബുദ്ധിമാൻ എന്നൊക്കെയുള്ളത് സെക്കൻഡറിയാണ്. നേരെ മറിച്ച് വിശ്വാസിയായ വിശ്വാസ തീക്ഷ്ണതയിൽ മുമ്പോട്ട് പോയവരാണ്. ഇന്നത്തെ രീതിയിലേക്ക് കെട്ടിപ്പടുക്കുകയും പെർഫെക്റ്റ് സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്തു. അതൊക്കെ സത്യമാണ്. അതല്ലായിരുന്നു ചിലപ്പോൾ പണ്ടേ വിസ്മൃതിയിലായി പോയേ. യേശുക്രിസ്തു പോലൊരു വ്യക്തി എങ്ങനെ വിസ്മൃതിയിലാവില്ല എന്ന് പറയുന്ന കാരണം ലോക ചരിത്രത്തിൽ അത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു മനുഷ്യനാണ്, സംഭവമാണ്, ദൈവപുത്രനാണെന്ന് നമ്മുടെ ആൾക്കാർ എന്താ പറയുക, വിശ്വാസികൾ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പാക്ട് എത്ര വലുതാണ്. യേശുക്രിസ്തുവിന്റെ ഈ ട്രെയിനിങ് ഒക്കെ അത് മാത്രമല്ല, ഈ ക്രിസ്തു എന്ന് പറയുന്ന അവരുടെ ഒരു വിശ്വാസമാണ്. ഇങ്ങനെ ഒരു ക്രിസ്തു വരും എന്നുള്ളത്. ക്രിസ്തു അല്ല, മിശിഹ രക്ഷകൻ വരും എന്നുള്ളത്. അതായത് നമുക്കൊരു രക്ഷകൻ വരും എന്നുള്ളത് എല്ലാ അടിമത്തത്തിൽ കിടക്കുന്ന എല്ലാ മനുഷ്യരും പ്രതീക്ഷിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ ഒരു മിശിഹ വരും എന്നാണ്. അപ്പൊ ഈ ചിലര് വന്നിട്ട് പറഞ്ഞ ഞാനാണ് നിങ്ങൾ ഈ വിശ്വസിച്ചിരുന്ന മിശിഹ എന്ന് പറഞ്ഞു വരുന്നു. അവര് കുറച്ച് ആളെ കൂട്ടുന്നു, പ്രക്ഷോഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ യേശുക്രിസ്തുവിനെ പറ്റില്ല എന്നുള്ളത് മറ്റൊരു ഫാക്ടറാണ്. അവരെ പിടിക്കുന്നു, കുരിശെ തറച്ച് കൊല്ലുന്നു, തീരുന്നു. പിന്നെ 8, 10, 15, 20, 30, 50, 100 കൊല്ലം കഴിയുമ്പോ മറ്റൊരു ആള് മിശിഹയാണെന്ന് പറഞ്ഞു വരുന്നു. അവരെ കൊല്ലേണ്ടത് ഇവരുടെ ആവശ്യമാണ്. കാരണം ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിനെ അത് തന്നെ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, ചരിത്രം നമ്മൾ ഈ ബൈബിള് മാത്രം കാണാതെ പഠിക്കുന്ന ഒരാൾക്ക് ഇത് കിട്ടണമെന്നില്ല. റോമൻ ചരിത്രവും ഒക്കെ ഇഷ്ടംപോലെ ചരിത്ര രേഖകളിൽ നമുക്ക് കിട്ടും. ആ റോമാ ചരിത്രത്തിന് എന്ത് പറ്റിയെന്നും കൂടെ ചിന്തിക്കുന്നത് നല്ലതാണ്. അതായത് യേശുക്രിസ്തുവിനെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും എതിർത്ത റോമാക്കാർ നൂറ്റാണ്ടിനുള്ളിൽ പരിപൂർണമായി ക്രിസ്തുമാർഗം സ്വീകരിക്കുകയും ഇന്ന് വത്തിക്കാനും റോമും ലോകത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തീയ ലോകത്തിന്റെ സെന്റർ ആകുകയും ചെയ്തു. അത് യേശുവിന്റെ സന്ദേശത്തിന്റെ മഹത്വമാണ്. അതായത് യേശുക്രിസ്തു ഹിറ്റ്ലർ ഉണ്ടാക്കിയ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കിയ വ്യക്തിയല്ല. ജർമ്മനിയുടെ നാശത്തിൽ കിടക്കുമ്പോൾ ഞാൻ നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞ് എന്താ പറയുക പ്രൊപ്പഗാൻഡ ഉണ്ടാക്കിയ ഹിറ്റ്ലർ അല്ല. നേരെ മറിച്ച് യേശുക്രിസ്തു പൊളിറ്റിക്കൽ അല്ല, സ്പിരിച്വൽ ഫിഗറാണ്. അതിന്റെ മ്യൂസിയങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് ഇത് പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത്? നമ്മൾ ഈ യാത്രകളിലൂടെ ഈ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവിടുത്തെ മ്യൂസിയങ്ങളിലും അവിടുത്തെ ചരിത്രരേഖകളും പഴയ അവിടുത്തെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു ആ കാലഘട്ടം എന്ന് മനസ്സിലാവും. ആ കാലഘട്ടത്തെ മനുഷ്യന്റെ ആവശ്യം എന്തായിരുന്നു, അതിന് വേണ്ട രീതിയിൽ ഈ നേതാവ് എന്താണ് പഠിപ്പിച്ചത്, ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്കിതിനെ സമചിത്തതയോടെ ഒന്ന് മാറി നിന്ന് അല്പം പക്വതയോടെ വൈകാരികമല്ലാതെ ആരെങ്കിലും നമ്മളെ മുട്ട നിർത്തി പഠിപ്പിച്ചതല്ലാത്ത ഒരു സ്വതന്ത്ര ബുദ്ധിയിൽ കാര്യങ്ങളെ കാണാൻ പഠിക്കുന്നത്. ഭൂരിപക്ഷം പേര് ആളുകൾ ചെയ്യുന്ന എന്താണ്? ബൈബിളിൽ തന്നെ പറഞ്ഞാല് പുതിയ നിയമം വരുന്നതിന് മുമ്പ് പഴയ നിയമമുണ്ട്. ഈ പഴയ നിയമത്തിലും ഈ പറഞ്ഞ മോശയ്ക്ക് 10 കൽപ്പനകൾ കൊടുത്തല്ലോ. അതിനുശേഷം യേശുക്രിസ്തുവും അതേ 10 കൽപ്പനകളെ എന്താണ് നവീകരിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത് അതൊക്കെ ആ സ്പിരിച്വൽ ലോസ് കൂടെയാണ്. മനുഷ്യര് ഡീസന്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി കൊടുത്ത നിബന്ധനകളാണ്. എന്താ പറയുക, അതൊരു ലിമിറ്റിംഗ് ബിലീഫാണ്. അതായത് അങ്ങനെ മാത്രമാണ് എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതിനപ്പുറം ഒരു തലമുണ്ട് എന്നുള്ളതാണ് സന്തോഷ് സാറിന്റെ ആ വാദത്തോടുള്ള ബഹുമാനത്തോടെയുള്ള വിയോജിപ്പ്. അതിനർത്ഥം അന്ന് അതിന് വിരുദ്ധമായ അവിടെ ജീവിതം പലപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് അതിലെ സംഭവങ്ങളും കഥകളും എല്ലാം ആ പറഞ്ഞിരിക്കുന്ന മട്ടിൽ തന്നെ എല്ലാം നടന്നു എന്നൊന്നും കരുതുന്നില്ല. എങ്കിൽ പോലും ചരിത്രത്തിലെ കുറെ സംഭവങ്ങളൊക്കെ അതുമായിട്ട് ചേർന്ന് പോയിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ചരിത്രത്തിലെ സംഭവങ്ങളാണ്, മഹാഭാരതവും രാമായണവും ഒക്കെ സംഭവങ്ങളാണ്. കുറെ കഥാപാത്രം അതിൽ കാവ്യം ഉണ്ടാകുമ്പോഴാണ് ഈ റിലീജിയസ് ലിറ്ററേച്ചറും പുരാണവും ഒക്കെ ഉണ്ടാകും. കുറെ ജീവിതങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, കുറെയൊക്കെ ഫിക്ഷനും ആയിരുന്നിരിക്കാം. ഈ പുരാതന കഥകളിലെയും ഗ്രന്ഥങ്ങളിലെയും ഐതിഹ്യങ്ങളിലെയും മതഗ്രന്ഥങ്ങളിലെയും ഒക്കെ കാര്യങ്ങൾ സംഭവങ്ങൾ പറയുന്നത് എല്ലാം കൃത്യം അത് തന്നെയായി ആരും എഴുതി വെച്ചിട്ടില്ല. ഒന്ന് ബൈബിള് യേശുക്രിസ്തുവിന്റെ ജീവിതം തന്നെ എഴുതി ഇവർക്ക് ജീവിച്ചു നടക്കുന്ന കാലത്ത് ഇവരാരും എഴുതി വെക്കുന്നുണ്ടോ? നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അതാ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ആ ദിവസം രാവിലെ നടന്നു പോകുമ്പോൾ നെൽക്കതിരോണം അല്ലെ ഗോതമ്പ് കതിരോണം പറിച്ചെടുത്ത് കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് 300 കൊല്ലം കഴിഞ്ഞുള്ള ഒരാൾക്ക് എഴുതണമെങ്കിൽ
കുറച്ച് ഭാവനയൊക്കെ അതിനകത്ത് കയറിയിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, സംശയമില്ല. ഈ അയാൾ തന്നെ എഴുതി കൊടുത്താലും ചിലപ്പോൾ അക്ഷരത്തെറ്റ് വരും. അല്ല, ഞാൻ തന്നെ എന്റെ ഡയറി ഒരാഴ്ച കഴിഞ്ഞിട്ട് എഴുതിയാൽ പോലും അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കില്ല. ഒരു സത്യമാണ്. മാസം കഴിഞ്ഞാൽ ഞാൻ എന്റെ ഓരോ ദിവസത്തെ ഡയറി കുറിപ്പ് എഴുതുന്നെങ്കിൽ പോലും പറ്റില്ല. സഞ്ചാരി ഡയറി കുറിപ്പ് എന്ന പരിപാടി ഞാൻ ചെയ്യുന്നത് പോലും അന്ന് പോയ യാത്രയുടെ സ്ക്രിപ്റ്റും ഉൾപ്പെടെയുള്ള വീണ്ടും എടുത്ത് വായിച്ചിട്ട് ആ വിഷ്വൽസ് മുഴുവൻ കണ്ടിട്ട് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം മുഴുവൻ വായിച്ചു നോക്കിയിട്ട് ഒരു 5 മണിക്കൂർ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞാൻ സഞ്ചാരി അത് റിവൈസ് ചെയ്യാനും റീക്ലെയിം ചെയ്യാനും സമയം സംശയമില്ല. വലിയ ആളുകളാണ് ബാക്കിയുള്ളവരെന്ന് ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് അത്ര കഴിവുള്ള ആളല്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് നമ്മളൊരു സാധാരണ രീതി ചിന്തിക്കുമ്പോൾ പോലും ഇത് സത്യമാണ്. എല്ലാ പുസ്തകങ്ങൾക്കും, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാ പുസ്തകങ്ങൾക്കും ആ ഒരു പശ്ചാത്തലം ഇമ്പോർട്ടന്റ് ആണ്. നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർ പറഞ്ഞത് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. കറക്റ്റ് ആണ്, സംശയമില്ല. കാലഘട്ടങ്ങളിൽ ഡൈല്യൂഷൻ വന്നിട്ടുണ്ട്, എത്രയോ ചേഞ്ച് വന്നിട്ടുണ്ട്, സിസ്റ്റം ഇവോൾവ് ചെയ്തു വന്നത്. അതൊന്നും ഒരു സംശയമില്ല. നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് 10-50 കൊല്ലമാണെന്ന് ഓർക്കണം. അപ്പൊ നമ്മുടെ ഒരു ബാല്യകാലത്തെ പല കാര്യങ്ങൾ പോലും നമുക്ക് ഓർമ്മയില്ലെങ്കിൽ 500 കൊല്ലം മുമ്പുള്ള ഒരു സാധനം എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? 1000 കൊല്ലം മുമ്പ് ഒരുപാട് സിംബോളിക് സ്റ്റോറീസ് വരും, ഒരുപാട് അർത്ഥങ്ങൾ വരും, വിചിത്രമായിരിക്കും. സംശയമില്ല. ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെയൊക്കെ ഒരു കഥകളായി കാണുന്നതിൽ തെറ്റുണ്ടോ? കഥകൾ മാത്രമല്ല, ഞാൻ പറഞ്ഞത് ചരിത്രത്തിന്റെ എലിമെന്റ് കാണാൻ പറ്റും. എനിക്കങ്ങനെ കാണാൻ പറ്റും. കുറെ ചരിത്രമായിട്ടും കാണാൻ പറ്റും. ചരിത്രവും കഥകളും കൂടെ ചേർന്നാണ് ഈ പറഞ്ഞത്. അതൊക്കെ കറക്റ്റ് നിലപാടാണ്. കാരണം ഉദാഹരണം പറഞ്ഞാൽ ആ സാഹചര്യങ്ങള്, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഈ ബൈബിളിനെ ചേർത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ മതത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ പ്രതിരോധത്തിനാവണ്ടെന്ന് വിചാരിച്ചു. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബൈബിളിനെ കുറിച്ചാണെങ്കിൽ എനിക്ക് അത്യാവശ്യം അറിയാം. കാരണം നമ്മൾ ജനിച്ചു വളർന്ന ഒരു സമുദായം അതാണ്. പള്ളിയിലും പള്ളിക്കൂടത്തിലൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വിഷയം അതായത്. മാത്രമല്ല ഈ തല്ലാൻ വരുന്നവർക്ക് സ്വന്തക്കാരാവുന്നതുകൊണ്ടല്ലോ. അതൊക്കെ സന്തോഷ് സാറിനും ലിസ്റ്റിനും പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ചരിത്രത്തിൽ ബന്ധമുണ്ട്. കാര്യത്തിൽ സംശയമില്ല. യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലുന്ന സമയത്തെ ഭരണാധികാരി, റോമൻ ഭരണാധികാരി ആരായിരുന്നുള്ള ചരിത്രമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് അവിടുത്തെ റോമൻ ഗവർണർ ആരായിരുന്നൊക്കെ പറയുന്നത് മാച്ചാവുന്നുണ്ട്. അത് ചരിത്രത്തിലും ഏതാണ്ട് പറയുന്ന അതേ ആളുകളാണ്. എന്നാൽ ഇതിനകത്ത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും മുഴുവൻ അത് തന്നെയാണോ പറഞ്ഞതെന്നുള്ളത് വേണമെങ്കിൽ ഒരാൾക്ക് ആര് പറഞ്ഞു യേശു ക്രിസ്തു ചരിത്രപുരുഷൻ ഇല്ലെന്ന് പറയാൻ? എന്ത് മാനദണ്ഡത്തിലാണ് പറയുന്നത്? അത് സന്തോഷ് സാർ പറഞ്ഞതല്ല കേട്ടോ. അങ്ങനെ പറയുന്നവരുണ്ട്, അങ്ങനെ നിരീശ്വരവാദികളുണ്ട്. എന്റെ ഇനീഷ്യൽ വാദം കൂടെ കേട്ട് ഞാൻ എന്റെ വാദം പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് മാനദണ്ഡം പറയാം. നമ്മുടെ നാട്ടിലത്തെ ഹിസ്റ്ററി മാതിരിയല്ല. റോമൻ ഹിസ്റ്ററി 700 BC തൊട്ട് ഡോക്യുമെന്റഡ് ആണ്. റോമൻ അല്ല യേശു ക്രിസ്തു. റോമൻ ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ജൂതനായ നസറാത്തുകാരനെ ഭരണം അവരുടെയാണെന്നല്ലേ ഉള്ളൂ. പക്ഷെ തങ്ങളോട് റിബൽ ചെയ്യുന്ന ജൂതന്മാരുടെ, യേശു ക്രിസ്തു ജൂതനാണല്ലോ, ജൂതന്മാരുടെ നേതാവിനെ റോമക്കാരെന്തിനാ ഡോക്യുമെന്റ്? ഇതിന്റെ ഫുൾ കോൺവെർസേഷൻ ഉണ്ട്. ആ കോൺവെർസേഷൻ ഞാൻ എടുത്തു പറയുന്നുണ്ട്. അതായത് ജൂതന്മാരുടെ നേതാവ് എന്ന് മാത്രമല്ല, ലോകാരാധ്യനായ ആത്മീയ നേതാവ് കൂടിയാണ്. പൊളിറ്റിക്കൽ സബ്ടെക്സ്റ്റോ സോഷ്യൽ സബ്ടെക്സ്റ്റോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, സാഹചര്യം ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ആത്മീയമാണ് അടിസ്ഥാനപരമായ അദ്ദേഹത്തിന്റെ മെസ്സേജ്, ദർശനം. തീർന്നില്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ കാണുന്ന രീതിയിൽ ക്രിസ്ത്യാനിറ്റിക്ക് പ്രോമിനൻസ് വരുന്നത് AD 400 കോൺസ്റ്റന്റൈന്റെ മതപരിവർത്തനവും കോൺസ്റ്റന്റൈൻ കോഡിഫൈ ചെയ്തതിനു ശേഷമാണ്. കോൺസ്റ്റന്റൈൻ കോഡിഫൈ ചെയ്യുന്നത് എന്താണ്? ഓൾറെഡി ഉള്ള ചരിത്ര പശ്ചാത്തലവും മറ്റും കോഡിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം വരുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം പരിവർത്തനം ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ പേഗൻ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള സംസ്കാരവും കാര്യങ്ങളുമാണ്. അതിനുശേഷം കുറെ കൂടെ ക്രോഡീകൃതമായ ആത്മീയമായ സ്പിരിച്വൽ ആയ ഒരു സാധനം വരുന്നു. ഇതുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. അല്ല, അതിനു മുമ്പ് 400 വർഷത്തോളം ഇതിൽ പോട്ടെ. നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുന്ന പാപ്പസിയും കോൺസ്റ്റന്റൈനും ഉണ്ട്. അത് കേരളത്തിൽ ക്രിസ്ത്യാനികളില്ലേ? പിന്നെ കേരളത്തിൽ ക്രിസ്ത്യാനില്ല. അപ്പൊ ആരോ ഒരാൾ ഉണ്ടായിട്ടല്ലേ അദ്ദേഹത്തിന്റെ മെസ്സേജുമായിട്ട് വരുന്നത്. ആരോ ഒരാൾ ഉണ്ടായിരുന്നില്ലേ? ആ ആളെ നിങ്ങൾ യേശു എന്ന് വിളിച്ചോളൂ, ഗ്രീക്കിൽ ജീസസ് എന്ന് വിളിച്ചോളൂ, മലയാളത്തിൽ യേശു എന്ന് വിളിച്ചോളൂ, ഇനി ഈസ എന്ന് വിളിച്ചോളൂ, പേരെന്ത് വിളിച്ചാലും ഇങ്ങനെ ഒരു വ്യക്തിത്വപരമായ ഒരാളില്ല എന്ന് പറയുമ്പോൾ അതൊന്ന് ബൗദ്ധികമായി തെറ്റാണ്, അതൊന്ന് ഇന്റലക്ച്വലി റോങ് ആണ്. അതാ ചോദിച്ചത്. ഇപ്പൊ നമ്മുടെ വിശ്വാസ പ്രകാരം AD 52 തോമസ് ലീഹ വന്നു എന്നാണ്. അല്ല, അതിനെപ്പറ്റി ക്രിസ്ത്യൻ ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അല്ല, ഒരു സെന്റ് അവിടെയാണ് അടുത്ത ചോദ്യം. വളരെ പ്രസക്തമായ കാര്യമാണ് പറയുന്നത്. അതിന് എന്തിനാണ് പോപ്പിന്റെ അംഗീകാരം? ഈ യുക്തിവാദികൾ എന്തുകൊണ്ടാ പോപ്പിന്റെ വാക്കുകൾ ഫൈനൽ വാക്കായിട്ട് എടുത്തു കൊടുക്കുന്നത്? പല യുക്തിവാദികൾ ഇത് പറയുന്നുണ്ട്. അതായത് കണ്ടോ, വത്തിക്കാൻ സമ്മതിക്കുന്നില്ല. വത്തിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്താ? അതായത് കത്തോലിക്കരല്ല,
ഇവിടെ വന്ന ഓർത്തഡോക്സ് ചർച്ചിന്റെ പാരമ്പര്യമാണ് ഈ ഇവരെന്ന് പറയുന്നത്. AD 52 തോമസ് ലീഹ വന്നു എന്ന് പറയുന്നു. ഇനിയും ഉണ്ടോ ഇല്ലയോ എന്നിരിക്കട്ടെ. എന്തായാലും AD 100 മുതൽ 150 മുതൽ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളുണ്ട്. ഉണ്ടല്ലോ. AD 52 ഞാൻ വിശ്വസിക്കുന്ന AD 52 തോമസ് ലീഹ വന്നു എന്നും ലോകത്തിലെ ആദ്യ ഒരു ക്രോഡീകൃത സഭ എന്റെ നാട്ടിലാണെങ്കിൽ എനിക്ക് അഭിമാനമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ചേരമൻ പെരുമാൾ, നമ്മുടെ ചേര രാജാക്കന്മാരായിരുന്നല്ലോ ഇവിടെ. കേരളമാണ് ഈ ചേര രാജാവ് മക്കത്ത് പോയി പ്രവാചകനെ കണ്ടു എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസം മാറ്റിവെക്കാം. ഈ AD 100 മുതൽ ക്രിസ്ത്യാനികളുണ്ടല്ലോ. അപ്പൊ ഏതോ ഒരു ഫിഗർ ഉണ്ടായിട്ടല്ലേ ക്രിസ്ത്യാനികൾ ഉണ്ടാവുന്നത്, ഇല്ലെങ്കിൽ ഉണ്ടാകുമോ? അല്ല, പക്ഷേ ഇപ്പൊ രാഹുലിനോട് എനിക്ക് ഈ ചോദ്യം ചോദിക്കാം. രാഹുൽ ചിലപ്പോ ഒരു പക്ഷെ പെട്ടെന്ന് അപ്സെറ്റ് ആയില്ല എന്ന് വരും. എന്നോട് നാളെ അയ്യപ്പനെ കുറിച്ച് ചോദിച്ചത് തന്നെ ഞാൻ പറയാം. എന്നോട് അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. നമ്മൾ വിശ്വാസികൾ, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ വിശ്വാസങ്ങളെ പലപ്പോഴും ഒരു കേവല യുക്തിവാദ ആശയലോകത്ത് നിന്ന് മാത്രം അനലൈസ് ചെയ്ത് ചുരുക്കി കാണുന്നത് നിർത്തണം. സന്തോഷ് സാറ് പറഞ്ഞ ബഹുഭൂരിപക്ഷം കാര്യങ്ങളോട് യോജിപ്പാണ്. അദ്ദേഹത്തിന്റെ സമചിത്തത, ബാലൻസ്, അതൊക്കെ വളരെ എന്താ പറയണേ അഭിനന്ദനാർഹമാണ്. നമ്മൾ എല്ലാ വിശ്വാസികൾക്കും വേണ്ടതാണ്. എന്നാൽ നമുക്ക് ആ വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം അത് വളരെ പ്രധാനമാണ്. ആ പ്രധാനമാണെന്ന് പറയുന്നതിന്റെ കാരണം ആ ലോകം അത്തരം ഒരു വിശ്വാസത്തിന്റെ പുറത്തു കൂടിയാണ് നിൽക്കുന്നത്. അതൊരു പോസിറ്റീവ് ഫോഴ്സാണ്. ആ പോസിറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ലോകത്തെ നന്മയിലേക്ക് നയിക്കാനുള്ള, ഇത് സിജിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഗംഭീരനായ റാങ്കറാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ശരിയില്ല പരിപാടിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സന്തോഷ് സാറ് പറഞ്ഞതിനോട് ബഹുമാനപുരസരമുള്ള ടൊണാലിറ്റിയിലെ ഡിഫറൻസ് അതാ. അതിന് വിശ്വാസിയാണ്. നിങ്ങൾ ആ കാണുന്ന ചിത്രം എൻ്റെ വീട്ടിലെ ചിത്രമാണ്. ഒരു പക്ഷേ ഒരു വീട്ടിനുള്ളിലെ ഏറ്റവും വലിയ യേശുക്രിസ്തുവിന്റെ ചിത്രം അതായിരിക്കും 120-125 സ്ക്വയർ ഫീറ്റോളം അതിന് വലിപ്പമുണ്ട്. അത് കാരണം ആ യേശുക്രിസ്തുവിന്റെ മെസ്സേജ് അത്ര സ്ട്രോങ് ആണ്. ആ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി ക്രിസ്ത്യാനികൾ കാണുന്നു, പ്രവാചകനായി മുസ്ലിങ്ങൾ കാണുന്നു, ലോകഗുരുവായി മഹാത്മാഗാന്ധിയും വിവേകാനന്ദനും കാണുന്നു. പക്ഷെ അവരെ തിരിച്ചറിയുക. ആ യേശുവിനെ പേരെന്ത് വിളിച്ചാലും എങ്ങനെ അഡ്രസ്സ് ചെയ്താലും യേശുവിനെ, പ്രവാചകന്മാരെ, അവതാര പുരുഷന്മാരെ തിരിച്ചറിയണം. അതിലാണ് ദൈവീകതയുള്ളത്. നമസ്കാരം.